രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൃശൂരിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൌരനും ശ്രമിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉച്ചയ്ക്ക് 12-നും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉച്ചതിരിഞ്ഞ് 3-നും നടക്കും. സംസ്ഥാനത്തെ ഡോക്ടർമാർ വെള്ളിയാഴ്ച സൂചനാ സമരം നടത്തും. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. അത്യഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വിൻഡോ ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. സ്വരാജ് റൌണ്ടിലെ കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തി കോർപ്പറേഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വി വൈശാൽ. മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണെന്നും സുരേഷ് ഗോപി. എറവ കരുവാൻ വളവിൽ അപകടത്തിൽ കേബിൾ TV ഓപ്പറേറ്റർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ പോസ്റ്റിൽ കോണി വെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പൂവത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൌരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിലുപരി ശാസ്ത്രീയ ചിന്തയോടെയും യുക്തിബോധത്തോടെയും വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് സമത്വത്തിലും തുല്യതയിലും ഊന്നിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് കൈകോർക്കേണ്ടത് അനിവാര്യമാണ്. വർഗീയത, വിഘടനവാദം, വംശീയത എന്നിവയുടെ വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്നും മന്ത്രി പറഞ്ഞു. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതമാണ് നാം കെട്ടിപ്പടുക്കേണ്ടത്. ശാസ്ത്രീയ ചിന്തയോടെ യുക്തിബോധത്തോടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമത നിറഞ്ഞ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ്, കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പരേഡിന് മികവേകി. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K സതീഷ് കുമാർ പരേഡ് നയിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ.
പി ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് മേധാവി R ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മുൻ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കുതിരപ്പുറത്ത് ദേശീയ പതാകയേന്തി NCC കേഡറ്റുകൾ. കേരള റിമൗണ്ട് ആൻഡ് വെറ്റിനറി സ്ക്വാഡ്രൺ NCC മണ്ണുത്തിയിലെ കേഡറ്റുകളാണ് കുതിരപ്പുറത്ത് ദേശീയ പതാകയേന്തി റാലി സംഘടിപ്പിച്ചത്. കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് നേതൃത്വം നൽകി. 50ഓളം കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു. സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉച്ചയ്ക്ക് 12-നും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉച്ചതിരിഞ്ഞ് 3-നും നടക്കും. 2022 പുരസ്കാരങ്ങളാണ് ദേശീയ അവാർഡിൽ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡിൽ പ്രഖ്യാപിക്കുക. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അധ്യക്ഷൻ. സംവിധായകൻ പ്രിയാനന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ്. 2 ഘട്ടങ്ങളായാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ സ്ക്രീനിംഗ് നടന്നത്. 160 സിനിമകളാണ് ആദ്യഘട്ടത്തിൽ മത്സരത്തിനുണ്ടായിരുന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 50-ൽ താഴെയായി ചുരുങ്ങി. കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളെയും മത്സരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഡോക്ടർമാരും സമരത്തിന്. PG ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരും വെള്ളിയാഴ്ച സൂചനാ സമരം നടത്തും. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്ന് KMPGയെ അറിയിച്ചു. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കണമെന്ന് KMPGയെ ആവശ്യപ്പെട്ടു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വലിയ ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിയും ഇരിങ്ങാലക്കുടയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ ഗോപാലകൃഷ്ണനാണ് തലയ്ക്ക് പരിക്കേറ്റത്. സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡിനും മാരാ റോഡിനും ഇടയ്ക്കുള്ള മനോരമ ബിൽഡിംഗിലെ 1-ാം നിലയിലെ വലിയ ചില്ലുപാളിയാണ് അടർന്ന് താഴെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന ഗോപാലകൃഷ്ണന്റെ തലയിൽ പതിച്ചത്. വിവരമറിഞ്ഞയുടൻ ഫയർഫോഴ്സ് എത്തി ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ശേഷിക്കുന്ന ചില്ലുപാളികൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. നമുക്കൊരു മെസ്സേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയെന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടാണ് ഫയർഫോഴ്സിന് ഇവിടുന്ന് ഒരാൾ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. നമ്മളിവിടെ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഗ്ലാസ് അവിടുന്ന് വീഴുകയും കുറച്ച് പോർഷൻ വീഴുകയും ബാക്കി ഭാഗം ഡേഞ്ചറായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ എത്തി. ഒരാൾക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. കാരണം ബാക്കി വന്നവരെ പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് സ്റ്റുഡൻസ് ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പരിക്ക് പറ്റിയാൾക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മേൽ സ്റ്റെപ്പ് വഴി കയറി അവിടെ പൂട്ടായിരുന്നു. അത് നമ്മൾ തുറന്ന് അത് മൊത്തം മാറ്റുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി ഗ്ലാസ് റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ജോലിക്കാരുണ്ട്, നമ്മുടെ സ്റ്റാഫും ഉണ്ട്. അവരുടെ നമ്മൾ കൺട്രോളിലാണ് ഇപ്പോൾ ഗ്ലാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വരാജ് റൌണ്ടിലെ എല്ലാ കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച സുരക്ഷാ പരിശോധന നടത്തി കോർപ്പറേഷന് കത്ത് നൽകുമെന്ന് തൃശൂർ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്. സ്വരാജ് റൌണ്ടിൽ പഴയ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. അപ്പോൾ നാളെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ റൗണ്ടിലുള്ള എല്ലാ കടകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മറ്റും പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും എന്തെങ്കിലും നടപടി എടുക്കേണ്ട ബിൽഡിംഗ് ആണെങ്കിൽ അത് തികച്ചും പരിശോധിച്ചതിന് ശേഷം കോർപ്പറേഷന് നമ്മൾ ലെറ്റർ കൊടുക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ റൗണ്ടിൽ വരാനായിട്ട് പാടില്ല. കാരണം എന്താ വെച്ചാൽ പൊതുജനങ്ങളുടെ സുരക്ഷ നമ്മളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനി നടപടികൾ പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെയോ എന്തെങ്കിലും ഷോപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാളുകളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ ഉടനെ ഉണ്ടായിരിക്കും. സ്വരാജ് റൌണ്ടിലെ എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച് കാലപ്പഴക്കവും അപകട സാധ്യതയും വിലയിരുത്തും.
സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരം കോർപ്പറേഷന് സമർപ്പിക്കും. പഴക്കമേറിയതും അപകടാവസ്ഥയിലുള്ളതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് കോർപ്പറേഷനാണെന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വ്യക്തമാക്കി. മന്ത്രി പദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണ്. ചേട്ട എന്ന് വിളിച്ചവർ പലരും ഇപ്പോൾ സാർ എന്ന് വിളിക്കുന്നു. താനത് ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ പോലും SD എന്നോ സുരേഷ് ഗോപി എന്നോ വിളിക്കുന്നതാണ് ഇഷ്ടം. മന്ത്രിപദം എന്നെ ഞാനല്ലാതാക്കി മാറ്റുന്നു എന്ന പേടിയുണ്ട്. അഭിനയത്തോടുള്ള പാഷന് പോലും തടസ്സമാകുന്നു. എന്നാൽ കേരളത്തിന്റെ മറ്റ് MP-മാരെ പോലെ ഒരാളാണ് താൻ. കേന്ദ്രം ജനങ്ങൾക്കായി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ യഥാവിധി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഡെലിവറി ബോയ് മാത്രമാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അസോസിയേഷൻ തൃശൂരിലെ വിലങ്ങൻകുന്നിലടക്കം നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പദ്ധതികളുടെ കരട് രേഖ അദ്ദേഹത്തിന് കൈമാറി. അസോസിയേഷൻ പ്രസിഡന്റ് TA അനന്തരാമൻ, സീനിയർ വൈസ് പ്രസിഡന്റ് C പത്മകുമാർ, സെക്രട്ടറി അജിത് കൈമൽ തുടങ്ങിയവർ സംസാരിച്ചു. Behavioral exercises, and the behavioral performances, and the behavioral nature എല്ലാം പ്രോട്ടോകോളിന്റെ അകലത്തിന്റെയൊക്കെ പേരിൽ എനിക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വെല്ലാണ് കുറച്ചുകൂടി വളരെ ഒരു ല്യൂണസിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം വരുന്നുണ്ട്. I would have been a better performer, I think, by getting sustained as a simple MP. That would have been a better proposition from my leaders. എറവ് കരുവാൻ വളവിൽ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അരിമ്പൂരിലെ കേബിൾ TV ഓപ്പറേറ്റർ അടക്കം 2 പേരുടെ നില ഗുരുതരം. വാടാനപ്പള്ളി തൃശൂർ സംസ്ഥാന പാതയിൽ എറവ് കോലാട്ട് ക്ഷേത്രത്തിന് മുൻവശത്താണ് അപകടമുണ്ടായത്. കേബിൾ കണക്ഷൻ ശരിയാക്കാനായി റോഡരികിലെ പോസ്റ്റിൽ കോണിവെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബൈക്കിലുണ്ടായിരുന്ന ഒരാളും 3 കേബിൾ TV ജീവനക്കാരും റോഡിൽ തെറിച്ചു വീണു. കേബിൾ TV ഓപ്പറേറ്റർമാരായ മണികണ്ഠൻ, ഷിജു ഇവരുടെ സഹായിക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിജുവിന്റെയും ബൈക്ക് യാത്രക്കാരിൽ ഒരാളുടെയും നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് നീലങ്കാവിൽ ജോസിന് പരിക്കേറ്റു. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പോസ്റ്റ് ഒടിഞ്ഞ് ഓട്ടോയ്ക്ക് മുകളിൽ വീണു. ടോറസ് ലോറി കെ-ഫോൺ കേബിളിൽ കുരുങ്ങി വലിച്ചുകൊണ്ടുപോയതിനെ തുടർന്ന് കെ-ഫോൺ പോസ്റ്റ് ഒടിഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട കാർ പൂവത്തൂർ കോഴിത്തോടിലേക്ക് മറിഞ്ഞു. പൂവത്തൂരിൽ നിന്ന് തിരുനെല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. EMS റോഡിനോട് ചേർന്നുള്ള കലുങ്കിൽ തട്ടിയാണ് അപകടമുണ്ടായത്. റോഡിന്റെ ശോചനീയാവസ്ഥയും പാലത്തിനു ചുറ്റും വലിയ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അകലാട് സ്വദേശി ചെക്കാൻപറമ്പിൽ സഹദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്. നാട്ടുകാരായ ഷൈജു തിരുനെല്ലൂർ, ഹാരിസ്, നൈജർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിനു പുറമെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെപ്റ്റംബർ 5-ന് തൃശൂർ ഹയാത്തിൽ നടക്കുന്ന KCCL സംരംഭക കൺവെൻഷന്റെയും കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ 2ാമത് ടെലിവിഷൻ അവാർഡിന്റെയും സ്വാഗത സംഘം രൂപീകരണ യോഗം തൃശൂർ പേൾ റീജൻസിയിൽ നടന്നു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. COA ജനറൽ സെക്രട്ടറി PV സുരേഷ് അധ്യക്ഷനായി. KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ചാനൽ MD പ്രജീഷ് അച്ചാണ്ടി, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ എന്നിവർ സംസാരിച്ചു. KCCL ഡയറക്ടർമാരായ VP ബിജു, ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ സുധീഷ് പട്ടണം, AG സുബ്രഹ്മണ്യൻ, COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാം എന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കടപ്പാടി സ്വദേശി പൂതൻകുറ്റി വീട്ടിൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. ഷെയർ കൺസൾട്ടന്റ് ആണെന്നും ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കുന്നതിന് ട്രെയിനിംഗ് നൽകാമെന്നും പറഞ്ഞ് വിശ്വാസയോഗ്യമായ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ കാണിച്ച് വിവിധ കാലയളവിലായി 43 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പ് കമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവർത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വാട്ടർ ഫിൽറ്ററിന്റെ സ്റ്റീൽ പൈപ്പുകൾ അഴിച്ചെടുക്കുകയും സ്കൂളിലെ ലാബിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്തെ കോപ്പർ വയറുകളും പോളി ഹൌസിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന കമ്പികളും ഓഡിറ്റോറിയത്തിന്റെ റാമ്പിന് താഴെ സൂക്ഷിച്ച കമ്പികളും മോഷ്ടാവ് ഇളക്കിക്കൊണ്ടുപോയി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചേർപ്പ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന യജുർവേദ യജ്ഞം ഓത്തുകൊട്ട് വേദശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി 1 മണിക്കൂറോളം ചെലവഴിച്ചു. മേള പ്രമാണി പെരുവനം കുട്ടന്മാരാർ പൊന്നാടയണിയിച്ചു. ഓത്തുകൊട്ട് സമിതി ഭാരവാഹികളായ KB വാസുദേവൻ, KK വാസുദേവൻ നമ്പൂതിരിപ്പാട്, AD നീലകണ്ഠൻ, ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാട്, KJ നാരായണൻ, AR ശങ്കരൻ, വേദപണ്ഡിതന്മാർ ചേർന്ന് സ്വീകരിച്ചു. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ മന്ത്രി കുടുംബാംഗങ്ങളുടെ നക്ഷത്ര പേരുള്ള വൃക്ഷങ്ങൾക്ക് വെള്ളം നനച്ചു. വീണ്ടും ക്ഷേത്രത്തിലെത്താനുള്ള ആഗ്രഹം പങ്കുവച്ചാണ് മന്ത്രി പിരിഞ്ഞത്. ഇരിങ്ങാലക്കുട, തളിപ്പറമ്പ്, പെരുവനം എന്നിവിടങ്ങളിലെ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളും ഉൾപ്പെടെ 30ഓളം പേരാണ് ഓത്തുകൊട്ടിൽ പങ്കെടുക്കുന്നത്. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിന് 6 വർഷം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് നാട്. 2018 ഓഗസ്റ്റ് 16 നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ മണ്ണൊഴുക്കിൽ മണ്ണിനടിയിൽപ്പെട്ട് 19 പേരാണ് മരിച്ചത്. മണ്ണിടിച്ചിലിൽ മണ്ണ് തൃശൂർ ഷൊർണൂർ റോഡിന് സമീപമുള്ള റെയിൽവേ പാളം വരെ എത്തിയിരുന്നു. 100ഓളം ടിപ്പറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ദിവസങ്ങളോളം പ്രയത്നിച്ചാണ് 19 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഒപ്പമുണ്ടായിരുന്നവരെ ഒരു രാത്രി പുലർന്നപ്പോൾ മരണം ദുരന്തത്തിന്റെ രൂപത്തിൽ തട്ടിയെടുത്തതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും കുറാഞ്ചേരിക്കാർ. മഹാപ്രളയത്തിന് 6 വയസ്സ്. ആകാശത്തെ കാർമേഘങ്ങളെക്കാൾ ഇരുണ്ടതാണ് ഇപ്പോൾ ചാലക്കുടിക്കാരുടെ മനസ്സ്. 6 വർഷം മുൻപുള്ള പ്രളയത്തിന്റെ ഭീകരദിനങ്ങൾ ഇക്കുറിയും ചാലക്കുടിയുടെ ഉറക്കം കെടുത്തി. ജലനിരപ്പ് 10.50 മീറ്ററായി ഉയർന്ന അന്ന് ആഗസ്റ്റ് 16 പുഴ പലയിടത്തും ഗതിമാറി ഒഴുകി. റോഡുകളും തോടുകളും അരുവികളായി. പ്രളയത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമായിരുന്ന പുതിയ തലമുറ അന്തം വിട്ടുനിന്നു. പരിശീലനങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നിരവധി യുവാക്കൾ രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തപ്പോൾ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടത് 100 കണക്കിന് ആളുകൾക്കാണ്. നൂറ്റാണ്ടിലെ പ്രളയം പക്ഷേ 5 ജീവനുകളെ കവർന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ പഴയ വീട് തകർന്ന് മാർക്കറ്റിലെ വ്യാപാരിയും അമ്മയും, അതിരപ്പള്ളിയിലെ പണ്ടാരംപാറയിലെ ഉരുൾപൊട്ടലിൽ വൃദ്ധയും മരിച്ചത് പ്രളയദുരിതത്തിലെ കറുത്ത ഏടുകളായി. മുരിങ്ങൂർ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ ബസ് ജീവനക്കാരൻ്റെ മരണവും നാടിനെ നടുക്കി. കിഴക്കൻ മലകളിലെ 40ഓളം ഉരുൾപൊട്ടലും അനേകം വീടുകളുടെ തകർച്ചയും സർക്കാർ കണക്കുകളിൽ സ്ഥാനം പിടിച്ചു. വെറ്റിലപ്പാറ പാലത്തിന്റെ ഭാഗിക തകർച്ച, വെട്ടുകടവ് പാലത്തിനു മുകളിലൂടെ തടികളുടെ ഒഴുകിപ്പോകൽ, ഇവയെല്ലാം നാട്ടുകാർ കണ്ടും കേട്ടും തരിച്ചു നിന്നു. വലിയ നാശം അന്ന് ജലസംഭരണികൾക്ക് നേരിട്ടു. 100 കണക്കിന് കന്നുകാലികൾ ചത്തതും അനേകം റോഡുകൾ തകർന്നതും നാടിനുണ്ടാക്കിയ നഷ്ടം കനത്തതായി. ഇതിനു മുൻപുണ്ടായ 1964 പ്രളയത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ എന്തെന്ന് കൃത്യമായി ഓർമ്മിക്കാനുള്ള ആളുകളൊന്നും ഇന്നില്ല. എങ്കിലും ഒന്നറിയാം, ഒക്ടോബർ 17 നഗരത്തെയും ഗ്രാമങ്ങളെയും മുക്കിയ ആ നൂറ്റാണ്ടിലെ 2ാം പ്രളയം. വയനാട് ദുരന്തവും തുടർന്ന് അടിക്കടി പുറത്തുവരുന്ന മഴ മുന്നറിയിപ്പും നാടിൻ്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. മാള പഴൂക്കരയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യാക്കൽ മുത്തുവിന്റെ മകൻ 14 വയസ്സുള്ള അക്ഷയ് കൃഷ്ണയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട RDO ഓഫീസിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ജപ്തി ചെയ്തു.
റോഡിലെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സ്കൂട്ടർ യാത്രികന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരത്തിന്റെ ബാക്കി തുക നൽകാത്തതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് നടപടി. 1997 കോമ്പാറയിലുണ്ടായ അപകടത്തിലാണ് ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി ഡോക്ടർ ജവഹർ മരിച്ചത്. 2000 ജവഹറിന്റെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സബ് കോടതിയെ സമീപിക്കുകയായിരുന്നു. നഷ്ടപരിഹാര തുകയായ 8,93,057 രൂപയിൽ ബാക്കി തുകയായ 40,001 രൂപ നൽകാതിരുന്നതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് RDO ഓഫീസിലെ 20 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്യുവാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ജഡ്ജി RK രമ ഉത്തരവിട്ടത്. RDO ഓഫീസിലെ 4 കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്ത് കോടതിയിലേക്ക് മാറ്റി. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബാബു ഹാജരായി. ഇത്രയും കാലത്തേക്കാൾ വലിയ പ്രസക്തിയാണ് രാമായണത്തിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. രാമായണവും ഭാരതീയ ന്യായ സംഹിതയും എന്ന വിഷയത്തിൽ തൃശൂരിൽ നടന്ന രാമായണ വിചാര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമായണവും രാമന്റെ ജീവിതവും ഓരോ നിയമങ്ങളാണ്. നൂറ്റാണ്ടുകൾ മുന്നേ ഇത്രയും നിയമങ്ങൾ രചിക്കപ്പെട്ട ലോകത്തെ തന്നെ ഏക ഗ്രന്ഥമാണ് രാമായണം. ഭാരതത്തിന്റെ ശരിക്കും ന്യായ സംഹിതയാണ് രാമായണം. ഒരു മതത്തിന്റെയും പശ്ചാത്തലത്തിലല്ലാതെ വായിക്കപ്പെടേണ്ടതാണ് രാമായണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാമായണ മാസാചരണ സമിതി പ്രസിഡന്റ് AP നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. BMS മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സജി നാരായണൻ, ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി VK വിശ്വനാഥൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MV നടേശൻ, അഖില ഭാരതീയ അഭിഭാഷക പരിഷത്ത് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അഖില ഭാരതീയ അഭിഭാഷക പരിഷത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സദസ്സിന്റെ ഭാഗമായി അധ്യാത്മ രാമായണം കൈക്കുട്ടിക്കളിയും അരങ്ങേറി. നമ്മൾ ഓരോരുത്തരും രാജാവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡെസ്റ്റിനിയുടെ രാജാക്കളാണ്. പക്ഷേ രാമായണത്തിൽ പറയുന്നത് അത് മാത്രമല്ല. ഒരു രാജാവിൻ്റെ ശരിക്കുള്ള രാജാവിൻ്റെ ധർമ്മം അന്ന് അതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വിളിക്കാം. നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും ഗവൺമെൻറ് നമ്മളെ ഗവേൺ ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരോ ബോഡിയോ ഇൻഡിവിജ്വലോ അതോ ആരും ആയിക്കോട്ടെ, അവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് രാമായണം. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കിസാൻ ജനത S സ്വാതന്ത്ര്യദിനത്തിൽ അയ്യന്തോളിൽ കർഷക പാർലമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും വിവിധ കർഷക സംഘടനകൾ ആരംഭിച്ച സമരത്തിന് കിസാൻ ജനതയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കർഷക പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത കിസാൻ ജനത സംസ്ഥാന കൺവീനർ G പ്രവീൺ കുമാർ പറഞ്ഞു. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ജോൺ വാഴപ്പിള്ളി, ഷൺമുഖൻ വടക്കുംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഇത്തവണയും സാധാരണ പോലെ തന്നെ തൃശൂരിൽ കുമ്മാട്ടിക്കളി നടത്തുമെന്നും ഒരു വിഭാഗം കുമ്മാട്ടി സംഘങ്ങൾ മാറി നിൽക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കുമ്മാട്ടി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 56 കുമ്മാട്ടി സംഘങ്ങളിൽ 2 ടീം മാത്രം ഇത്തവണ പിന്മാറിയതൊഴിച്ചാൽ മറ്റെല്ലാ സംഘങ്ങളും കുമ്മാട്ടിക്കളിയിൽ പങ്കെടുക്കും. ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയതായി മേയർ പ്രസ്താവന ഇറക്കിയതിനെ തുടർന്നാണ് 2 ടീം കുമ്മാട്ടിക്കളിയിൽ നിന്ന് പിന്മാറിയത്. ഇതിൽ തെക്കുമുറി ടീം ആചാരമായി മാത്രമായി നടത്താനും വടക്കുമുറി ടീം സർക്കാർ പറയുന്നതുപോലെ നടത്തുമെന്നാണ് അറിയിച്ചത്. സർക്കാരിന്റെ ധനസഹായം കൈപ്പറ്റാതെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്നതിനാൽ കുമ്മാട്ടിക്കളി നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് ജില്ലാ കളക്ടറും അറിയിച്ച സാഹചര്യത്തിലാണ് കുമ്മാട്ടിക്കളിയുമായി ഇത്തവണയും മുന്നോട്ടു പോകാൻ കൂട്ടായ്മ തീരുമാനിച്ചത്. വയനാട് ദുരന്തത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും 6 മാസം മുൻപ് തന്നെ ടാബ്ലോയ്ക്കും കലാകാരന്മാർക്കും അഡ്വാൻസ് നൽകുകയും കഴിഞ്ഞ വർഷം തന്നെ വാദ്യമേള സംഘങ്ങൾക്കും വൻ തുക അഡ്വാൻസ് നൽകിയതിനാലും കുമ്മാട്ടികളി ഒഴിവാക്കിയാൽ വൻ നഷ്ടം ഉണ്ടാകും എന്നതിനാലുമാണ് കുമ്മാട്ടികളി നടത്താൻ തീരുമാനിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായും കുമ്മാട്ടികളി നടത്തിയില്ലെങ്കിൽ ഓണക്കാലത്ത് തൃശൂരിലേക്ക് എത്തുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 10,000-കണക്കിന് കലാകാരന്മാർ ദുരിതത്തിലാകുമെന്ന് തൃശൂർ കുമ്മാട്ടി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കടവിലും വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മുക്കാട്ടുകരയും പറഞ്ഞു. 5-6 മാസം മുന്നേ തന്നെ നമ്മൾ വാദ്യങ്ങൾക്കോ ആയാലും ടേബിളോ മറ്റുള്ള കലാരൂപങ്ങൾക്കും എല്ലാത്തിനും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓരോരോ പ്രദേശങ്ങളും 2 ലക്ഷം 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാശ് മുഴുവൻ നമ്മുടെ പോവും.
വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. ഓണമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് കലാകാരന്മാരാണ് ഓരോ പ്രോഗ്രാമിനും, അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കലാകാരന്മാരാണ് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത്. ഉത്രാടം തൊട്ട് നാലോണം വരെയുള്ള പ്രോഗ്രാംസ് ഇല്ലാണ്ടായാൽ അവരുടെ വീട്ടിൽ തീ പുകയില്ല. പക്ഷെ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആരും ഇറക്കിയിട്ടില്ല. അതായത് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ കുമ്മാട്ടി, ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ കുമ്മാട്ടി സമിതി ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി വയനാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഉത്രാടം തൊട്ട് നാലോണം വരെയുള്ള കുമ്മാട്ടി നടത്തുന്നത്. കോർപ്പറേഷനിൽ നിന്ന് ഒരു ഡിവിഷനിലെ 2 ടീമുകൾക്ക് ലഭിക്കുന്ന 32,000 രൂപ വീതമുള്ള തുക ഇത്തവണ വേണ്ടെന്ന് വെക്കാനും കുമ്മാട്ടിക്കളിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതം വയനാട് ദുരിതബാധിതർക്ക് നൽകാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ധീരന്മാർ നമുക്ക് മാർഗദർശികളാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, ജോസഫ് ടാജറ്റ്, IP പോൾ, നിജി ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിയായ ശേഷം ആദ്യമായി ബിഷപ്പ് ഹൌസിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിലും ചേർന്ന് കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. സൌഹൃദ സംഭാഷണത്തിന് ശേഷം സ്നേഹവിരുന്നിലും പങ്കെടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ക്രിസ്മസിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഡിസംബർ 27 നടക്കുന്ന ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമമായ ബോൺ നത്താലയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം ബിഷപ്പിനെ അറിയിച്ചു. വിമുക്ത ഭടന്മാർ രാജ്യത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളോടൊപ്പം നമ്മുടെ സമൂഹത്തിനും വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഗമം അമർ ജവാൻ 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഇക്കാലത്ത് രാജ്യത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനും പുതുതലമുറയെ വഴിതിരിച്ചുവിടാനും രാജ്യത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഭടന്മാർക്ക് സാധിക്കണമെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ, ജനറൽ സെക്രട്ടറി KC ഡേവിസ്, കേണൽ ബിജു പോൾ, ജോണി പുലോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. യുദ്ധങ്ങളിൽ പങ്കെടുത്തവരെയും വീർനാരി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. SYS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രരക്ഷാ സംഗമം നടത്തി. പെരിഞ്ഞനം ജമാലിയ മദ്രസ ഹാളിൽ നടന്ന രക്ഷാസംഗമം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി PP മുസ്തഫ മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമസ്ത കേന്ദ്ര മുഷാവറാംഗം അബ്ദുസലാം ഭാഗവി, SYS സംസ്ഥാന കൌൺസിലർ ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ, മുഹമ്മദ് സ്വാലിഹ് അൻവരി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനമായി ഇനി നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട കാലഘട്ടം കഴിഞ്ഞു. തൃശൂർ ആസ്ഥാനമായി 2018 പ്രവർത്തനം ആരംഭിച്ച ഫിനാൻസ് സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ വിൽവെട്ടത്ത് കോർപ്പറേഷന്റെ കീഴിലുള്ള സ്നേഹവീട്ടിൽ താമസിക്കുന്നവരോടൊപ്പം സ്വാതന്ത്ര്യദിനം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് സ്നേഹവീട്ടിൽ ദേശീയ പതാക ഉയർത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡിവിഷൻ കൗൺസിലർ I സതീഷ് കുമാർ, സ്നേഹവീട് മാനേജർ EF ഷീല, അന്തേവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സാരഥികളായ PR രാജേഷ്, സജി രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിത മണികണ്ഠൻ, സ്റ്റേറ്റ് മേധാവികളായ PM സനീഷ്, KM സുനിൽ, ആദർശ് ശിവദാസ് എന്നിവർ ശുചീകരണ പ്രവർത്തനം അടക്കമുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്നേഹവീടും പരിസരവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയും
ദിവസം മുഴുവൻ അന്തേവാസികളോടൊപ്പം ചെലവഴിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, തിരുപ്പൂർ എന്നിവിടങ്ങളിലുമടക്കം 35 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കിംഗ്, ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവും വിശ്വസ്തതയും നേടിയ ഡയറക്ടർ ബോർഡിന്റെയും നോൺ ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ വിജയരഹസ്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. വയനാട് ദുരിതബാധിതർക്ക് പുതുക്കാട് സോളാറിസ് എനർജി സൊല്യൂഷൻസിന്റെ കൈത്താങ്ങ്. സോളാറിസിന്റെ പുതുക്കാട് പുളിക്കൻ ടവറിൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് കൈമാറി. സോളാറിസ് എനർജി സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർമാരായ സുനിൽ മുട്ടിത്തടി, ജയദേവ് ഗോവിന്ദൻ, ഹരിപ്രസാദ് ഗോപിനാഥ് എന്നിവർ ചേർന്ന് നൽകിയ ചെക്ക് പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ സെബി കൊടിയൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു. സോളാർ രംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തന പരിചയമുള്ള സ്ഥാപനമാണ് സോളാറിസ് എനർജി സൊല്യൂഷൻസ്. ഏറ്റവും നല്ല രീതിയിൽ അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരളം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ലോകത്തുള്ള ലോക മലയാളികളും ലോകം മുഴുവൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയാം, ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ ഏറ്റവും വേദനയോടുകൂടിയാണ് വയനാട് ദുരന്തത്തിൻ്റെ നമ്മൾ ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വയനാട് നേരിട്ടിട്ടുള്ള ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരിക്കലും നമ്മുടെ സ്ഥാപനം എന്നുള്ള രീതിയിൽ നമുക്ക് സോഷ്യലായിട്ട് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി 10 വർഷത്തിലേറെയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായി മുന്നേറുകയാണ് തൃശൂരിലെ ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ. ഇത്തവണ കീം ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത് ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥിനി PS അനുഷയാണ്. ചൂണ്ടൽ പുളിക്കൽ വീട്ടിൽ ഷാജുവിന്റെയും വിനീതയുടെയും മകളായ അനുഷ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കീമിലെ 31 റാങ്കും പിന്നെ കാറ്റഗറീസിലെ ഫസ്റ്റ് റാങ്കും വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ഇഗ്നൈറ്റിലായിരുന്നു. അവിടെ ചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരുടെ ക്ലാസ്സുകൾ നമ്മളെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അനുഷയുടെ മിന്നും നേട്ടത്തിൽ അനുമോദനവുമായി വീട്ടിലെത്തിയ ഇഗ്നൈറ്റിന്റെ അക്കാദമിക് ഡീൻ അഭിലാഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു. തൃശൂർ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കനയിൽ പ്ലാസയിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ പ്രൗഢി നൽകുന്നതിൽ വേറിട്ട് നിൽക്കുന്നു. ഒരു ബാച്ചിൽ പരമാവധി 30 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെയുള്ളത്. നാറ്റ, JEE, BARC, BDES, NID, NIFT, UCEED, കീം എഞ്ചിനീയറിംഗ്, NCHM തുടങ്ങി വിവിധ മത്സര പ്രവേശന പരീക്ഷകൾക്കും +2-വിനും മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7356083669. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സാക്ഷരത എന്ന വിഷയത്തിൽ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. നിയമ വിദഗ്ധനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ കാതറിൻ ജമ്മ അധ്യക്ഷത വഹിച്ചു. കേരള മീഡിയ അക്കാദമി ഡയറക്ടർ K. രാജഗോപാൽ മോഡറേറ്ററായി. അഡ്വക്കേറ്റ് A. അശ്വിൻ, KHRS ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ കീത്ര, വൈസ് പ്രസിഡന്റ് ചിറക്കൽ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അതിനുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദിവസങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. ഇതൊരു തുടർച്ച ഉണ്ടാവട്ടെ. വളരെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കൾച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ. ചാലക്കുടി പരിയാരത്ത് സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികരായ നിർമ്മാണ തൊഴിലാളി മരിച്ചു. പരിയാരം നായരങ്ങാടി സ്വദേശി കിഴക്കേവിളയിൽ വീട്ടിൽ വർഗീസിന്റെ മകൻ 53 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ചാലക്കുടിയിലേക്ക് പോയിരുന്ന വേളാങ്കണ്ണി മാതാ ബസ്സാണ് ഇടിച്ചത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6520 രൂപ, പവന് 52,160 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3184 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൃശൂരിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൌരനും ശ്രമിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉച്ചയ്ക്ക് 12-നും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉച്ചതിരിഞ്ഞ് 3-നും നടക്കും. സംസ്ഥാനത്തെ ഡോക്ടർമാർ വെള്ളിയാഴ്ച സൂചനാ സമരം നടത്തും. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ വിൻഡോ ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. സ്വരാജ് റൌണ്ടിലെ കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തി കോർപ്പറേഷന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖ്. മന്ത്രിപദവി ചങ്ങലയായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിപദവിയും പ്രോട്ടോകോളും തന്നിൽ നിന്ന് എല്ലാവരെയും അകറ്റുകയാണെന്നും സുരേഷ് ഗോപി. എറവ് കരുവാൻ വളവിൽ അപകടത്തിൽ കേബിൾ TV ഓപ്പറേറ്റർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. റോഡരികിലെ പോസ്റ്റിൽ കോണി വെച്ച് കയറി നിന്നിരുന്ന 3 പേരെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പൂവത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.